അറിയുമോ നിങ്ങൾക്ക് മഹാനായ ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആരായിരുന്നു മഹാനുഭാവൻ? അദ്ദേഹം ഒരു തസവൂഫിന്റെ വ്യക്തി മാത്രമല്ല, തസവൂഫിന്റെ ആള് മാത്രമല്ല, പണക്കാരനായിരുന്നു, ധനാഢ്യനായിരുന്നു. മഹാനായ ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു ധനാഢ്യനാണ്. ഞാൻ നമ്മൾ മനസ്സിലാക്കിയല്ലോ, പച്ച പതിച്ചിട്ട് ഏതെങ്കിലും പള്ളി കയറി എന്നിട്ട് 5-10 മോതിരമൊക്കെ ഇട്ടിട്ട് യാഹൂ യാ കയ്യും ഒന്ന് എല്ലിക്കൊണ്ടിരിക്കുന്ന കൗമാണെന്ന് കരുതണ്ട. ആള് നിസ്സാരക്കാരനല്ല, വലിയ പണക്കാരനാണ്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ആലിമിനെ കാണുമ്പോൾ നമുക്ക് വിലയില്ല. പക്ഷേ ആ ആലിമ് കുറച്ച് സാമ്പത്തികമുള്ളതാണെങ്കിലോ അതെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. ഒരു സാധാരണക്കാരൻ മൊല്ലാക്കുകയാണെങ്കിൽ, പാവപ്പെട്ട മുസ്ലിയാരാണെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് ഇന്ന് വിലയില്ല. മുഹീദ്ദീൻ ശൈഖ് ആക്കോലത്തിലെ എന്ന് പറഞ്ഞാൽ പണക്കാരനുമാണ്, തികഞ്ഞ ആലിമുമാണ്, ഭയങ്കര സൂഫിയാണ്. പിന്നെ ആൾക്കാർ അങ്ങനെ അംഗീകരിക്കാതിരിക്കും? ഈ സമ്പത്തൊന്നും മൂപ്പർക്ക് ഒരു വിഷയമല്ല. സമ്പത്ത് നോക്കി അദ്ദേഹം നടക്കുന്നില്ല. ആര്? അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു. വലിയ മഹാനല്ലേ, അദ്ദേഹത്തിന്റെ ആണ്ടല്ലേ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ, അവരുടെ മദതും പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവൻ തന്റെ ശിഷ്യഗണങ്ങൾക്ക് അദ്ദേഹം അതാ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ വലത് കാതിന്റെ അടുക്കലേക്ക് വരുകയാണ്. മഹാനുഭാവന്റെ കാതിൽ വന്ന് എന്നോ പറയുകയാണ്. ആ വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹം അതാ അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറയുകയാണ് അൽഹംദുലില്ലാഹ്. അല്പനേരം കഴിഞ്ഞപ്പോ ഏതൊരു സഹോദരനാണോ അദ്ദേഹത്തിന്റെ വലത് കാതിൽ വർത്തമാനം പറഞ്ഞത്, അദ്ദേഹം തന്നെ ഇടത് കാതിന്റെ അടുക്കലേക്ക് വരുകയാണ്. അദ്ദേഹത്തിന്റെ കാതിലോട് എന്തോ പറയുകയാണ്. അല്പനേരം മൗനം അവലംബിച്ചിട്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ് അൽഹംദുലില്ലാഹ്. ഈ രണ്ട് അൽഹംദുലില്ലയും ശിഷ്യന്മാർക്കിടയിൽ ഉത്കണ്ഠ ഉണ്ടാക്കുകയാണ്. കൂട്ടുകാര് ചോദിക്കുകയാണ്, ശിഷ്യഗണങ്ങളെ ചോദിക്കുകയാണ്, എന്തിനാണ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളെ, ഗൗസുൽ ആദം തങ്ങളെ തങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? ആദ്യവും രണ്ടാമതും രണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ. ഗൗസുൽ ആദം തങ്ങൾ പറയുകയാണ്, ആദ്യം എന്റെ കാതിൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എന്റെ കച്ചവട ചരക്കുകളുമായിട്ട് കപ്പലിതാ പോകുമ്പോ ആഴക്കടൽ വെച്ചുകൊണ്ട് അത് തീ പിടിച്ച് നശിച്ചു പോയെന്നാണ്. അത് കേട്ടപ്പോ എനിക്ക് എന്റെ മനസ്സിലേക്കൊന്ന് നോക്കാൻ തോന്നിപ്പോയി. ഞാൻ എന്റെ മനസ്സിലേക്കൊന്ന് നോക്കി. എന്റെ മനസ്സ് പതറിയിട്ടുണ്ടോ? അത് കേട്ടിട്ട് മനസ്സ് ചാഞ്ചല്യപ്പെട്ടിട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടല്ലേ വന്നത്? എനിക്കൊരു പ്രയാസമല്ലേ സംഭവിച്ചത്? എന്റെ കച്ചവട സാധനങ്ങൾ മുഴുവനും നശിച്ചു, കത്തി നശിച്ചു എന്ന് കേട്ടപ്പോ അത് കേട്ടിട്ട് എന്റെ മനസ്സ് എന്തെങ്കിലും ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ എന്റെ മനസ്സിലേക്കൊന്ന് നോക്കിയപ്പോ എന്റെ മനസ്സ് കുലുങ്ങിയിട്ടില്ല, എന്റെ മനസ്സ് ചെതറിയിട്ടില്ല, എന്റെ മനസ്സ് പതറിയിട്ടില്ല. ഫഖുൽതു അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി, അൽഹംദുലില്ലാഹ്, എന്റെ മനസ്സിൽ നിനക്കെനിക്ക് നൽകിയ പടച്ചറപ്പിന് സർവസ്തുതിയും സർവസ്തുതിയും. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അരമണിക്കൂർ കഴിഞ്ഞപ്പോ അതേ മനുഷ്യൻ തന്നെ എന്റെ ഇടത് കാതിൽ വന്ന് പറയുകയാണ്, അല്ലയോ തങ്ങളെ തങ്ങളെ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. നിങ്ങളുടെ കച്ചവട ചരക്കല്ല, നിങ്ങളുടെ കപ്പലല്ല കത്തിയത്, അത് വേറൊരു മനുഷ്യന്റെ കപ്പലാണ്, വേറെ ആരോടെയോ കപ്പലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വീണ്ടും എന്റെ മനസ്സിലേക്ക് നോക്കുകയാണ്. ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ, കരിമക്കാടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. പുതുവർഷത്തിലേക്ക് കടന്നെടുക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട പാഠമാണ്. എന്റെ മനസ്സിലേക്ക് ഞാനൊന്ന് നോക്കി. കാരണം ആ കത്തിയ മരുന്നത് എന്റെ അല്ല എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിൽ സന്തോഷം അതിരിട്ട് വന്നിട്ടുണ്ടോ? എന്റെ മനസ്സ് ആനന്ദത്താൽ നിർവൃതി വന്നിട്ടുണ്ടോ? അപ്പോഴും എന്റെ മനസ്സ് ചാഞ്ചല്യപ്പെട്ടിട്ടില്ല, അണിവിട പോലും ചലിച്ചിട്ടില്ല. എന്റെ മനസ്സിന് കൂടുതലായി സന്തോഷം വന്നിട്ടില്ല. എന്റെ കച്ചവട ചരക്കുകൾ നശിച്ചിട്ടില്ല എന്ന് കേട്ടിട്ടുകൂടി എന്റെ മനസ്സിനൊരു പ്രശ്നവുമില്ല എന്ന് മനസ്സ് വന്നപ്പോ, എന്റെ മനസ്സ് ക്ലിയർ ആണെന്ന് വന്നപ്പോ ഫഖുൽതു അൽഹംദുലില്ലാഹ്. ഞാൻ വീണ്ടും പറഞ്ഞു, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹ് കരിമക്കാടുള്ള ചെറുപ്പക്കാരാ, കരിമക്കാടുള്ള പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ അയൽവാസി ഒരു പുതിയ വാഹനം എടുക്കുമ്പോ, അവൻ നല്ല ഒരു നില കൂടി പണിയുമ്പോ, അവന്റെ നല്ല ഒരു ഭാര്യ അവനക്ക് സ്വന്തമായി കിട്ടുമ്പോ, ഒരേക്കർ ഭൂമി കൂടി അവന്റെ സ്വന്തത്തിലേക്ക് പേരിലേക്ക് അവൻ ചേർത്തെടുക്കുമ്പോ എന്തിനാണ് സഹോദര അസൂയ വെക്കുന്നത്? അവന്റെ കച്ചവടവും അവന്റെ ബിസിനസ്സും, അവന്റെ വണ്ടി ആക്സിഡന്റിൽ പെടുമ്പോ, അവന്റെ കച്ചവടം താറുമാറാകുമ്പോ, അവന്റെ ബിസിനസ് മുഴുവനും കുത്തിച്ചോറാകുമ്പോ അതിൽ ആനന്ദിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിലേക്ക് നിനക്കെത്താൻ പറ്റുമോ? നീ യഥാർത്ഥ മുഅ്മിനല്ല, യഥാർത്ഥ വിശ്വാസിയല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അജബൽ അംരിൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ കാര്യം അതിശയമാണ്. അവനാണ് മുഅ്മിൻ. ഏതൊരു മുഅ്മിൻ എന്നറിയുമോ? ഇദാ മസ്സതു സറാഉ ശകറാ. അവനതാ ഖൈർ വരുമ്പോ അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്, അൽഹംദുലില്ലാഹ് പറഞ്ഞു കൂടുകയാണ്. വഇദാ മസ്സതുഹു ളറാ وإذا مسته الضراء صبرا
അവന് ബുദ്ധിമുട്ട് വരുമ്പോ, അവന് പ്രയാസം വരുമ്പോ അവന് ക്ഷമിക്കുകയാണ്. അവൻ വീണ്ടും പറയുകയാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടല്ലയോ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹിമഹുല്ല പാടിയത് വലം തുസുന്നതമൻ അഹ്യല്ലലാമ ഇലാ അനിഷ്തകാത ഖദമാ ഉള്ളറമീൻ വറമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമാൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി فقى النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ അക്രമം പ്രവർത്തിച്ചവനല്ലയോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പാടിയതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ഈ രാവിലെ നമ്മൾ ഇത്തരത്തിലുള്ള കാവ്യശകലങ്ങളാണ് പാടേണ്ടത്. നബി തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുള്ള കാവ്യശകലങ്ങൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ച് എന്ത് സുന്നത്ത് നമസ്കരിക്കാൻ ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ നിർത്താൻ പോവാണ് കേട്ടോ, ശ്രദ്ധിച്ചോ, കുറച്ചും കൂടെ ഉള്ളൂ, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കൂല, വേഗം നിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർത്തു. എന്ത് ഫർളല്ല, സുന്നത്ത്. ഫർളിന് ശേഷവും മുമ്പുള്ള റവാത്തിബ് സുന്നത്തും അല്ല, പിന്നെയോ കേവലം മുത്തലക്കായ സുന്നത്താണ്. വളരെ ചിന്തിക്കണം, നമ്മൾ വളരെ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാകുന്ന നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണേ. സുബഹി നമസ്കാരം ളുഹറിന്റെ സമയത്ത് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ പള്ളിയുടെ കത്തളത്തിൽ കയറിയിട്ട് മടിയില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ രണ്ട് കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഖുനൂത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സമൂഹമേ, ളുഹർ നമസ്കാരത്തെ അസ്റിലേക്ക് ചേർത്ത് വെച്ച് നിസ്കരിക്കുന്ന പെണ്ണുങ്ങളെ, സ്ത്രീകളെ, ഒന്ന് ചിന്തിക്കണേ. ഹബീബായ നബി തങ്ങളെ പറയാൻ, അവിടുത്തെ അവതാരങ്ങൾ വാഴ്ത്താൻ നമുക്ക് എന്ത് അവകാശമുണ്ട് സഹോദര? ആ പ്രവാചക പുങ്കവനാരാണ്? രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയാണ്. ഉറക്കമൊഴിച്ചുകൊണ്ട് സർവരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോ നിർനിദ്രനായിരുന്നു കൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർക്കുകയാണ്. ഇത് കണ്ടതാകുന്ന ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വഖദ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഖറ. അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത് നബിയേ? എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുത്തുന്നത് നബിയേ? നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർക്കുന്നത് എന്തിനാണ് നബിയേ? നബി തങ്ങളോടുള്ള ചോദ്യം പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം ഇന്ന് ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ പോലും പള്ളിയിൽ നമസ്കരിക്കാൻ വരുമ്പോൾ നടന്നു വരുന്ന സഹോദരൻ, കാറിൽ വരുന്ന സഹോദരൻ അതാ പള്ളിയിലേക്ക് കയറുമ്പോൾ കസേര വലിച്ചിടുകയാണ്. കസേരയിലിരുന്ന് നമസ്കരിക്കുന്ന സഹോദര, ഹബീബായ നബി തങ്ങൾ ഇതാ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കസേരയിൽ നമസ്കരിച്ചിട്ടില്ല എന്ന പാഠം ഒന്ന് ശ്രദ്ധിക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ നമസ്കരിക്കുകയാണ്, സുന്നത്ത് നമസ്കരിക്കുകയാണ്. ഫർള് പോലും പ്രവാചകൻ തന്റെ ജീവിതത്തിൽ കസേരയിട്ടിട്ടില്ല, സുന്നത്ത് പോലും പ്രവാചകൻ കസേരയിട്ടിട്ടില്ല. സുഖമില്ലാത്ത സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് പള്ളികളിലേക്ക് കസേരകൾ നേർച്ചയാക്കുകയാണ്. പള്ളികൾ മുഴുവനും 30-40 കസേര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ഗൗരവമായി ചിന്തിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ പ്രവാചകർ നിന്ന് നമസ്കരിച്ച് രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കരിച്ചതിന്റെ പേരിൽ തന്റെ കാലിൽ നീര് കെട്ടി വീർത്തപ്പോ ആയിഷാ ബീവി എന്ന ഭാര്യ വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് ഇങ്ങനെ നിന്ന് നമസ്കരിക്കുന്നത് നബിയേ? വഖദ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഖറ. തങ്ങളുടെ മുൻപിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലയോ ഹബീബേ? അല്ലാഹു പുറത്തു തന്നില്ലയോ റസൂലേ? പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയില്ലയോ, ഇന്നാ ഫതഹ്നാ
لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما എന്ന പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തങ്ങളുടെ പാപമോചനത്തെ കുറിച്ച് പറഞ്ഞില്ലയോ? പാപസുരക്ഷിതനാകുന്ന പ്രവാചകരെ പിന്നെന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? കരുമക്കാടുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ, ആയിഷ, നന്ദിയുള്ള ഒരടിമയായി ഞാൻ മാറണ്ടയോ ആയിഷ? നന്ദിയുള്ള ഒരടിമയായി ഞാൻ പരിലസിക്കണ്ടയോ ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത് സഹോദരാ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ 2 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ചതാകുന്ന ചരിത്രമില്ല. മാശബിയ ആലു മുഹമ്മദിൻ ഖുബസാ. ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽ 2 ദിവസം തുടർച്ചയായിട്ട് പത്തിരി കഴിച്ച ചരിത്രമില്ല എന്ന് ആയിഷ ബീബി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പട്ടിണിയിലൂടെ ഈ ദുനിയാവിയായ ജീവിതത്തിൽ ലോകത്തിന് സമഗ്രമായ ഉന്നതിയിലേക്ക് എത്തിച്ചതായ ഹബീബായ റസൂലുള്ളാഹി. ആ പ്രവാചകർ പറയുകയാണ്, ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ. നന്ദിയുള്ള ഒരടിമയായി മാറണ്ടയോ ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോൾ സഹോദരാ, ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ പോലും പാഴാക്കുന്ന മുസ്ലിമേ, മുഅ്മിനത്തേ, നീ എവിടെയാണ്? നീ എവിടെയാണ്? എവിടെയാണ്? ഹബീബായ നബി തങ്ങളുമായിട്ടുള്ള അകലം നമുക്ക് എത്രയാണ്? എത്രയാണ്? ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങളില്ല, അഥവാ അത് ചെയ്താൽ തന്നെ സമയത്തല്ല, സമയത്തല്ല, അത് ചെയ്താൽ തന്നെ അതിന് മുമ്പും ശേഷവുമുള്ള റവാതിബ് സുന്നത്തുകളില്ല, പാതിരാത്രി സമയത്തുള്ള നമസ്കാരങ്ങളില്ല, പകലുള്ള നോമ്പുകൾ പോലുമില്ല. പാവങ്ങളെ സഹായിക്കുന്നതിന് വരെ പിറകോട്ടാണ്, പിറകോട്ടാ. നിരാലംബർക്ക് നമ്മൾ അവലംബമാകുന്നില്ല. അല്ലാഹു നമുക്ക് എത്രയോ അനുഗ്രഹങ്ങളാണ് നൽകിയത്. 3 നേരം സുഭിക്ഷമായ ആഹാരം കഴിക്കുന്നവരില്ലയോ? മക്കൾക്ക് വേണ്ടി പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരങ്ങളില്ലയോ? സഹോദരിമാരില്ലയോ? എന്നെ പൊന്നമോൻ എന്ത് ആവശ്യപ്പെട്ടാലും അവന് വേണ്ടി കൊടുക്കാൻ വാപ്പ തയ്യാറാവുകയല്ലയോ? ഉമ്മ എന്ത് ആഹാരം ചോദിച്ചാലും മക്കളെ കഴിക്കാത്ത കുറവേയുള്ളൂ. എത്ര രാത്രിയായാലും ഉറക്കമൊഴിച്ചുകൊണ്ട് മക്കളെ കഴിപ്പിക്കുന്നവരല്ലയോ? ആ മക്കൾ നമസ്കാരമില്ലാത്ത ഇശാ മഗ്‌രിബിനിടയിൽ മോശപ്പെട്ട രീതിയിൽ നാട്ടിൽ കറങ്ങി നടക്കുന്ന മക്കളല്ലയോ? ഏതെങ്കിലും പോസ്റ്റ് മറിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് വാട്സാപ്പും ഫേസ്ബുക്കുമായി സമയങ്ങളെ ചെലവഴിക്കുന്നവരല്ലയോ? കള്ള് കുടിക്കുന്നവരല്ലയോ? ലഹരി നുണയുന്നവരല്ലയോ? ക്രിസ്മസിന്റെ രാവുകളിൽ, ന്യൂ ഇയറിന്റെ രാവുകൾ അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങളും സിനിമാ പാട്ടുകളും കേട്ടുകൊണ്ട് സിനിമാ കോബ്ര കളിക്കുന്നവരല്ലയോ? സിനിമാറ്റിക് ഡാൻസുകളുടെ പിന്നാമ്പുറത്തേക്ക് പോകുന്നവരല്ലയോ? പടക്കം പൊട്ടിക്കുന്നവരല്ലയോ? 350 ബുള്ളറ്റിന്റെ ബൂട്ടുകെട്ട് ചെയ്തിട്ട് തന്റെ സമൂഹത്തെ മുഴുവനും തെറി പറയിപ്പിക്കുന്ന രീതിയിൽ, ജനങ്ങളുടെ ഉറക്കം കളയുന്ന രീതിയിൽ പൊട്ടിച്ചുകൊണ്ട് നടക്കുന്നതാകുന്ന ജനശാസ്ത്രങ്ങളല്ലയോ? ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ ഉറക്കം മുഴുവനും കളഞ്ഞു കുടിക്കുന്നവരല്ലയോ? കള്ളു കുടിച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ ഉറക്കെ ഫ്ലാറ്റിന് മറ്റുള്ളവരുടെ വീടുകൾ കേൾക്കുന്ന നിലയ്ക്ക് ഒച്ചക്കിട്ടുകൊണ്ട് കഴിയുന്നവനല്ലയോ? ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നവനല്ലയോ? അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകൾ ജനങ്ങളെ കേൾപ്പിക്കാൻ വെമ്പല കൊള്ളുന്നവനല്ലയോ? റോഡിലൂടെ ലൈറ്റും ഇട്ടുകൊണ്ട് DJ പാട്ടും ഇട്ടുകൊണ്ട് റോഡിലൂടെ പോകുമ്പോ പാവപ്പെട്ട വൃദ്ധകളാകുന്ന സഹോദരിമാർ റോഡിന്റെ സൈഡിലൂടെ പോകുമ്പോ അവരെ പേടിപ്പിച്ചും അവരെ ശല്യം ചെയ്തും അവരുടെ മാല പൊട്ടിച്ചും അവരെ കവർ ചെയ്തും അവരെ ഉന്മൂലനം ചെയ്തും 18കാരിയാകുന്ന ചെറുപ്പക്കാരികളാകുന്ന സഹോദരിമാരെ അവരെ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് അവരെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്ന രീതിയിലേക്ക് ഇന്നത്തെ യുവതലമുറ മാറിയല്ലയോ? എവിടെയാണ് സഹോദര? നമുക്ക് പ്രവാചകരിലേക്ക് എടുക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ ദുനിയാവിലെ 2ാമത്തെ നിധി നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയമാണ്, ഹൃദയമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര ആളുകൾക്കുണ്ടത്? നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയം എത്ര ആളുകൾക്കുണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ ഒരുപാട് അമൽ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേടിത്തന്നിട്ട് അതിന് തത്തുല്യമായി ഒന്ന് റബ്ബിലേക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. സൂഫിയാക്കളുടെ ഭാഷയിൽ നമ്മൾ 24 മണിക്കൂർ ഇബാദത്ത് ചെയ്താലും അള്ളാഹുവിലേക്കുള്ള നന്ദി പ്രകാശനം പൂർത്തിയാവൂലെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദിന് കഴിവെന്നാരാണ്? അള്ളാഹുവാണ്, അല്ലേ? നമ്മളിപ്പോൾ അള്ളാഹുവിന് നമുക്കൊരു നന്മ കിട്ടി, ആ നന്മയ്ക്ക് പകരമായി ഇസ്രായേൽ സാഹിബ് നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിന് സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ആ സുജൂദ് നമുക്ക് ചെയ്യാൻ ആരാ തൗഫീഖ് ചെയ്തത്? ആരാ ചെയ്തത്? അള്ളാഹുവാണ്. ആ സുജൂദിനെ തൗഫീഖ് എന്ന റബ്ബിന് വീണ്ടും സുജൂദ് എന്തായി? വീണ്ടും ചെയ്യേണ്ടി വരികയാണ്. മനസ്സിലാകുന്നുണ്ട്? ആ 2ാമത് ചെയ്ത സുജൂദോ അതും വീണ്ടും ആരാ തൗഫീഖ് എന്നാണ്? അള്ളാഹു തൗഫീഖ് എന്നാണ്. അപ്പൊ അതിന് വീണ്ടും സുജൂദ് ചെയ്യുക. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ റബ്ബിന് നന്ദി പ്രകാശിപ്പിക്കാൻ നോക്കിയാൽ തീരൂല. അങ്ങനത്തെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കാരങ്ങൾ പോലും പുറകോട്ട് വന്നാലുള്ള അവസ്ഥ എന്താ? ദിക്ർ ചെല്ലാത്ത അവസ്ഥ എന്താ? അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കാത്ത അവസ്ഥ എന്താ? ഞാനിപ്പോൾ ഈ അടുത്തൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. എന്താണത്?
കുട്ടിയുടെ ബർത്ത്ഡേ അനുബന്ധിച്ച് കുട്ടിയെ വിളിച്ചുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് എത്തിയിട്ട് വൃദ്ധസദനത്തിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നല്ലതാണ്, ഞാൻ നോക്കിയിട്ട് വളരെ നല്ലതാണ്. കാരണം ഈ കേക്കൊക്കെ മുറിച്ച് കുട്ടിയുടെ അണ്ണാക്കിലും ഇവൻ്റെ തൊള്ളയിലും ഒക്കെ ഇട്ട് തേക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വൃദ്ധസദനത്തിൽ സ്വന്തം മക്കൾ നോക്കാനില്ലാത്ത 684ഓളം വൃദ്ധസദനങ്ങളുണ്ട് കേരളത്തിൽ. ഇതൊരു 5 കൊല്ലം മുമ്പുള്ള കണക്കാണ്, പുതിയ കണക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. 684ഓളം വൃദ്ധസദനങ്ങൾ ഈ കേരളത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ കൊച്ചു കേരളത്തിലെ പറയുന്നത് കേട്ടോ, വേറെ അല്ല, അതിൽ ഏറ്റവും കൂടുതൽ കോട്ടയത്താണ്, നമ്മുടെ നാട്ടിൽ. അവിടെ കൂടുതൽ നമ്മളല്ലല്ലോ, പിന്നെ അതിനകത്ത് വലിയ വിഷയമില്ല. നമ്മളൊന്നും അല്ല ഈ വൃദ്ധസദനത്തിൻ്റെ ആളാണ്, അതിൻ്റെ പ്രസിഡന്റും നമ്മളല്ല, അതുകൊണ്ട് പിന്നെ നമ്മളെ വില. എന്നാലും ഞാൻ പറയാൻ ഏറ്റവും കൂടുതൽ അവിടെയാണ് കോട്ടയം ജില്ലയിൽ. അപ്പോൾ അത് ഏത് ആൾക്കാരാണ് അതിൽ കൂടുതലുള്ളത് എന്ന് ചിന്തിക്കണം. ഗൾഫിലേക്ക് പോകാൻ ലക്ഷക്കണക്കിന് രൂപകളുണ്ട്, ഏക്കർ കണക്കിന് സ്വത്തുകളുണ്ട്. പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും നോക്കാൻ മക്കൾക്ക് സൗകര്യമില്ല. അതുകൊണ്ട് അവരെ സൗകര്യാർത്ഥമാകുന്ന വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളിയിടുക ഇന്നത്തെ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി, അക്രമം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.